പൊന്നുമക്കളെ, നിങ്ങളൊരു വാർത്ത അറിഞ്ഞായിരുന്ന? അധികാരം പറഞ്ഞു കേട്ടില്ല കേട്ടാ. എന്താ കുസുമച്ചിക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കണ്ടെത്താൻ ഒരു പ്രത്യേക കഴിവാണ്. പരദൂഷണക്കാരിയാണെന്നൊക്കെ നാട്ടുകാർ പറയണം. ഇതൊക്കെ ആരിവിടെ ശ്രദ്ധിക്കണേ? എന്നെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം തന്നെയല്ല, ഇങ്ങനല്ലേ അപ്പികളെ? എന്തായാലും മാന്നാർ എന്ന് പറയണ ഒരു സ്ഥലത്ത് 52 വയസ്സുള്ള ഒരുത്തി കിണറ്റി ചാടിയേക്കണ്. എന്തായിരുന്നാണെന്നറിയാവാ? അവൾക്ക് ഒരു പ്രേമം. അവക്ക് ഭർത്താവ് ഇരിക്കണ്, 30-25 വയസ്സുള്ള 2 വയലുകളും ഉണ്ട്. യവക്ക് ഒരു അടുത്തുള്ള സ്കൂളിൽ വന്ന അധ്യാപകനോട് പ്രേമം. അതിന് പ്രേമം നല്ല പറയണമെന്നുള്ളത് വേറെ കാര്യം. എന്തരായാലും ഈ അധ്യാപകൻ എന്ന് പറയണ പയ്യന്റെ കല്യാണം അവന്റെ വീട്ടുകാർ ഉറപ്പിച്ച്. യവക്കപ്പൊ ഈ കാമം തലയ്ക്ക് പിടിച്ച് നടക്കുകയല്ലേ. യവളെന്തര് ചെയ്ത് അവൻ്റെ വീട്ടിൽ ചെന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി, കുത്തിയിരിപ്പ് സമരമൊക്കെ നടത്തി. യവനും നല്ലതാകാൻ സാധ്യതയില്ല. യവന് എന്തെങ്കിലും എവിടെ അടുത്ത് കാണിച്ചിട്ട് ഉണ്ടായിരിക്കും. ഇവര് തമ്മിൽ എന്തെങ്കിലും ഒക്കെ കാണും. അല്ലാതെ അവക്ക് പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് പൊട്ടി മുളച്ച് അവിടെ ചെന്ന് ഇതൊന്നും കാട്ടി കൂട്ടൂലല്ല. ഇവളവിടെ ചെന്ന് വേണ്ട ബഹളം. എന്തായാലും കല്യാണം നടത്താൻ പറ്റൂല, എനിക്കാണ് പ്രണയം, എന്നെയാണ് പ്രേമിച്ചുകൊണ്ടിരിക്കണത്, ഞാൻ താമസിക്കൂലെന്നും പറഞ്ഞ് വേണ്ട ബഹളം. അങ്ങനെയായി എവരെന്തിര് ചെയ്ത്, ചെറുക്കൻ്റെ വീട്ടുകാരെന്തിര് ചെയ്ത് പോലീസിനെ വിളിച്ച് വനിതാ പോലീസുകളും മറ്റും എത്തി അവരോട് കാര്യങ്ങളൊക്കെ വീട്ടുമുറ്റത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. നിന്ന നിപ്പിൽ എവളെന്ത് ചെയ്തു, ഓടിച്ചെന്ന് കിണറ്റിലോട്ട് ചാടി. യവനില്ലാതെ ജീവിക്കേണ്ടത്. ഒന്ന് ഓർത്ത് നോക്കിയേ, 52 വയസ്സിരിക്കുന്നു യവക്ക്, 30-25 വയസ്സുള്ള 2 പിള്ളേരുമുണ്ട്. യവളെയൊക്കെ എന്തൊരു പറയാ. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടുംപുറങ്ങളിൽ തന്നെ നടക്കണുണ്ട് അപ്പികളെ. നിങ്ങളുടെയൊക്കെ നാട്ടുകളിലുണ്ടാ? അപ്പോൾ കൊച്ചു പയലുകളെയാണ്, പിള്ളയാകാൻ പ്രായമുള്ള പയലുകളെയും കൊണ്ടാണ് ഓരോ മുതുക്കികൾ നടക്കുന്നത്. മനസ്സിലായില്ലേ? കാലം തെറ്റി ഇനിയിപ്പം സംഭവിക്കാൻ ഒന്നുമില്ല വിവാഹത്ത്. കേരളത്തിൽ ഇനി ഒരു മുതുകൂത്തും കാണാനുമില്ല. ആരാന്നൊക്കെ ഈ ഒരു ഗ്രാമം ഉണ്ടല്ലേ മക്കളെ, ഫോണിൽ കാണണം ഒരെണ്ണം. എന്തരായിരുന്നു പിള്ളേ ഗ്രാമത്തിൻ്റെ പേരെന്തൊരു ഫോണിൽ തോണ്ടണ? ഇൻസ്റ്റാഗ്രാമത്തിനകത്ത് കുറെ മുതുകൂത്തുകൾ കാണാൻ കേട്ടാ. എന്തരൊക്കെ കിടന്ന് കാണിച്ച് കൂട്ടണം. പെണ്ണുങ്ങൾക്ക് എന്തൊരു കാണിക്കണമെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഈ കൊച്ചി പയലുകളെയാണ് വിളിക്കണത് മുഴുവൻ ഇവളുമാരുടെ കൂത്തിന്. എന്നാൽ യവന്മാരും കുറേ എണ്ണങ്ങളുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ ഓരോരുത്തന്മാരൊക്കെ പറയണത് മുതുക്കികളെ മതിയെന്ന്. കൊച്ചി പയലുകൾക്ക് അങ്ങനെ ഒരു കാലക്കേട് സംഭവിച്ചിരിക്കണം കേട്ടാ. തരത്തിലുള്ളതൊന്നും വേണ്ട. വലിയ വ്യത്യാസം, പ്രായ വ്യത്യാസം ഉള്ളതൊക്കെയാണ് ഇപ്പം കിടന്ന് കൂത്താടണത്. കാല് പറിച്ചിലാണ് കേട്ടാ നടക്കണത്. യവക്ക് ഇത്രയും പ്രായം പോകുന്ന എവിടെ മക്കളും കാണുമല്ല. എവർക്കൊക്കെ ഇനി നാട്ടിലിറങ്ങി നടക്കണം എവിടെ മക്കൾക്ക്. മകൻ്റെ പ്രായമാകാനുള്ള ഒരുത്തൻ്റെ അടുത്തല്ലേ ഇങ്ങനെ പ്രേമം തലയ്ക്ക് മൂത്ത്. ഇതിപ്പം വല്ല കേരളത്തിന് പുറത്താ ഇന്ത്യക്ക് പുറത്താനുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ കുസുമച്ചി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കില്ല കേട്ടാ. ആളുകൾക്കിപ്പോൾ എന്തൊരു കാണിച്ചു കൂട്ടാനും ഒരു മടിയില്ല പികളെ. നാണവും മാനവും എന്ന് പറയണത് ആളുകൾ എത്ര രൂപ എവിടെ കിട്ടുമെന്നാണ് ചോദിക്കണത്. അത് എന്തരാണെന്നാണ് ചോദിക്കണത്. അറിഞ്ഞുകൂടാ. സുഖം, ശരീരത്തിൻ്റെ സുഖത്തിനും മനസ്സിൻ്റെ സുഖത്തിനും വേണ്ടി എന്തൊരു ഇല്ലായ്മയും കാണിക്കാൻ അവരങ്ങ് തയ്യാറാകുകയാണ്. ഉണ്ടാക്കിയിട്ട പിള്ളേരുടെ ഭാവി തള്ളയ്ക്കും തന്തയ്ക്കും അറിയണ്ട, അല്ലെങ്കിൽ ജനിപ്പിച്ച തള്ളയുടെയും തന്തയുടെയും വിഷമവും വ്യാകാരവും പിള്ളേർക്കും അറിയണ്ട. അങ്ങനായി മുടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീട്ടുകളിലും പ്രശ്നം. അപ്പോൾ പ്രശ്നത്തോടെ പ്രശ്നം. ഒരുത്തനും ഒരുത്തിയെ കണ്ടുകൂടാ, ഒരുത്തിക്ക് ഒരുത്തിനെ കണ്ടുകൂടാ. വീട്ടിനകത്ത് നടക്കുന്ന കാര്യമാണ് ഈ പറയണത്. എവിടെ ഭർത്താവ് ജീവിച്ച് ഉയിരോടെ ഇരിക്കുകയാണ്, യവൻ്റെ കൂടെ എല്ലാ രാത്രിയും കിടന്നുകൊണ്ടാണ് മറ്റവൻ്റെ പിറകെ പോണത്. എന്തുമാത്രം നാണമില്ലായ്മ എവിടെ കൈ ഇരുന്നിട്ടാണ് ഇവൾ അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ കിട്ടിയില്ലെങ്കിൽ അടുത്ത് ചാടിക്കളയെന്ന് പറഞ്ഞ് അതിനടുത്തെടുത്ത് ചാടിയത്. ഇപ്പം ആശുപത്രി കിടക്കുമ്പോൾ അടുത്തിരുന്ന് നോക്കണത് ആരാണ്? മക്കൾ. എന്തൊരു സംഭവിച്ചെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തൊരു പറയുവര്? അമ്മയ്ക്ക് അമ്മയുടെ കള്ള കാമുകനെ കിട്ടിയില്ല, അതിൻ്റെ വിഷമത്തിൻ്റെ അടുത്ത് ചാടിയിട്ട് പരിക്ക് പറ്റി കിടക്കുക എന്ന് പറയണം. എന്തൊരവസ്ഥയാടേത്? പിന്നെ വേറൊരു പോക്കൃത്തരം കൂടെ ഉണ്ടെന്ന്. ഇപ്പോൾ പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന എല്ലാവരും കൂടെ വീണ്ടും കാണുമല്ല. ഒരിടയ്ക്ക് വലിയ പ്രശ്നമായിരുന്നു, ഇപ്പോഴും നടക്കണം. നമ്മുടെ വീടിന് ഒരു 4 വീട് അപ്പുറം കേട്ടാ. ഇങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിച്ചത് 1982-82 അവർ എല്ലാവരും കൂടെ വീണ്ടും കണ്ടുമുട്ടാന്ന് പറഞ്ഞ് എല്ലാം കൂടെ ഒത്ത് കണ്ടിരിക്കണം.
കണ്ടപ്പോൾ കാണാം ഇപ്പതാ എനിക്ക് വീട്ടിൽ പ്രശ്നം, എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല, എനിക്കൊരു സന്തോഷമില്ല. അവനപ്പതാ പറയണ, പണ്ട് കൂടെ പഠിച്ചവനും പറയണ് എൻ്റെ പെണ്ണുപിള്ളെ കൊണ്ട് എനിക്കും തീരെ സമാധാനമില്ല, എങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർ കൂടെ അങ്ങ് പോയാൽ എന്താണെന്നും പറഞ്ഞ് സ്വന്തം മക്കളെയും വീടും എല്ലാത്തിനെയും വിട്ടിട്ട് ഇവരുടെ കൂടെ പോയേക്കണം. എത്ര വയസ്സുണ്ട്, ഇവരുടെ രണ്ടുപേരുടെയും കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നാൽ അത് നിലനിൽക്കുക? അതുമില്ല. നീ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് പറയല്ല പിള്ളേ, അത് തന്നെയാ സംഭവം. എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ വിചാരിക്കും അപ്പോ തള്ളേ അയലോക്കത്ത് കിടക്കുന്നവൻ്റെയൊക്കെ ജീവിതം, അവൻ്റെയൊക്കെ പെണ്ണും പിള്ളയൊക്കെ അവനോട് എങ്ങനെ പെരുമാറണം അല്ലെ. പെണ്ണുങ്ങൾ വിചാരിക്കും അയലത്തെ അദ്ദേഹമൊക്കെ പെണ്ണും പിള്ളേർത്ത് കാണിക്കുന്ന ഒരു പെരുമാറ്റം അത് കണ്ട് പഠിക്കണം, നമുക്ക് അങ്ങനെ ഒരുത്തനെ കിട്ടിയില്ലല്ല അല്ലേ, നമുക്ക് അങ്ങനെ ഒരുത്തിയെ കിട്ടിയില്ലല്ല, നമുക്ക് നമ്മുടെ തലയിൽ ഒരെണ്ണം വന്ന് കയറിയിരിക്കുന്നു, ഒരു മുതുകാലൻ അല്ലേ ഒരു മുതുകൊണ്ടാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോവിക്കലാണ്. അങ്ങോട്ട് ചെന്ന് നോക്കി അറിയാം, അയലൊക്കത്തോട്ട് ചെന്ന് കയറി അറിയാം അവിടെ നടക്കണ പ്രശ്നം എന്താണെന്ന്. നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരുങ്ങിക്കെട്ടി വല്ല കൂടിയ കാറില വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പം നാട്ടുകാർ വിചാരിക്കണത് നല്ല യോജിപ്പിലാണ്, എന്തൊരു ജീവിതമാണ്, മറ്റതാണ് മറിച്ചതാണ്. അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ വേറെ കാണൂല്ല, അവർക്ക് മാത്രം അറിയാം അവരുടെ പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ ഒരു കാരണവശാലും നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതത്തെ പഴിച്ചുകൊണ്ട് കണ്ടവൻ്റെതുമായിട്ട് താരതമ്യം ചെയ്യരുത് കേട്ടാ. അങ്ങേ അറ്റ ഒരു മണ്ടത്തരം വേറെ ഇല്ല. വിവരമുള്ളവരെന്തരോ പറഞ്ഞിട്ടുണ്ടല്ല, ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ പരീക്ഷ കൊടുത്തിരിക്കുന്നു. അപ്പോൾ കോപ്പി അടിക്കാൻ പറ്റൂല കേട്ടോ, ഒരുത്തൻ്റെ നോക്കി എഴുതാൻ പറ്റൂല. കാരണം എന്താണ്, ചോദ്യക്കടലാസ് ഓരോരുത്തർക്കും ഓരോന്നാണ് അപ്പികളെ. 5ാം ക്ലാസ്സിൽ പഠിക്കണവനും 10ാം ക്ലാസ്സിൽ പഠിക്കണവനും ഒരുപോലെ ആയിരിക്കും ചോദ്യങ്ങൾ വരണത്. അപ്പം ഇവർ രണ്ടും കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതിയുള്ള അവസ്ഥ എന്തരാകും? 0 മാർക്കല്ലേ കിട്ടുള്ളൂ, അത് മണ്ടത്തരമല്ലേ എന്ന് പറയണ പോലെ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ ആളുകളെ കൊടുത്തിട്ടുണ്ട്, ഒന്നിച്ച് ജീവിക്കാനും കൂടെ കഴിയാനും ഓരോ ജീവിത സാഹചര്യങ്ങളും കൊടുത്തേക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ നിൽക്കുക. അല്ല കണ്ടവൻ്റെ നോക്കിപ്പോയാൽ അണ്ടം കീറത്തേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നും അതിനകത്തില്ല. അപ്പം മുതുകൂത്ത് നടക്കാൻ വേണ്ടി തുള്ളി നടക്കണ പെണ്ണുങ്ങളോട് പറയാണ്, നിങ്ങളുടെയൊക്കെ പെട്ടെന്നുള്ള ഒരു കാമഭ്രാന്തിൻ്റെ പുറത്താണ് നിങ്ങൾ ഈ ഓടണത്, അല്ലാതെ യഥാർത്ഥ പ്രേമം എന്നൊന്നും പറയരുതേ. അങ്ങനെ പറഞ്ഞ് ഇനി വരുന്ന തലമുറയിൽപ്പെട്ട പിള്ളേരെയും കൂടെ നിങ്ങൾ ഇല്ലാതാക്കരുത് കേട്ടാ. ഇത് ചിലപ്പം കാമോ ആയിരിക്കില്ല, ചില സമയത്ത് മനസ്സിൽ വിചാരിക്കും ഈ എൻ്റെ കൂടെ ജീവിക്കുന്നവനേക്കാൾ എത്രയോ നല്ലതാണ്, ചിലപ്പോൾ കാണാൻ ചന്തമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ ഉണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, എന്നെ നോക്കും കൂടെ ചെന്നാൽ എനിക്ക് സമൂഹത്തിൽ നല്ല വിലയും നിലയായിട്ടൊക്കെ നടക്കാം. കുറേ സമയത്തിന് അങ്ങ് മറന്നുപോകും, സ്വയം മറന്നുപോകും. ഇവൻ്റെ പടലിൽ ചെന്ന് കയറാമെന്ന് വിചാരിക്കും. വല്ല കാര്യമുണ്ടാ, വല്ല അർത്ഥമുണ്ടാ, ഇത് വല്ല നടക്കുക, ആരുടെയെങ്കിലും ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ കല്യാണം നിശ്ചയിച്ചാൽ അവൻ്റെ അവസ്ഥ എന്തായി കാണും? അവൻ ഇനി ജീവിതത്തിൽ ഒരു പെണ്ണ് കിട്ടിയെന്ന് പറയാം. എന്തരനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ എടുത്ത് ചാടണത്? മണ്ണിനും പെണ്ണിനും വേണ്ടിയാണ് എല്ലാ കാലത്തും യുദ്ധങ്ങളും ഇതുമൊക്കെ നടന്നിട്ടുള്ളത് എന്ന് പറയണത് പോലെ ഇപ്പോൾ എല്ലാവർക്കും സുഖം, സ്വന്തം സുഖം ഒന്നുമില്ല. നാക്കിൻ്റെ രുചി, നാക്കിൻ്റെ സുഖം, വയറിൻ്റെ സുഖം, ശരീരത്തിൻ്റെ സുഖം, കുറേ എണ്ണത്തിന് മനസ്സിൻ്റെ സുഖം, ഇതിനൊക്കെ വേണ്ടി മറ്റുള്ളവരെ അങ്ങ് കുരുതി കൊടുത്തോളാണ്. അത് ഒരു കാരണവശാലും ചെയ്തുകൂടാ കേട്ടോ മക്കളെ, മഹാഭാവമാണ്. അങ്ങനെയുള്ള നാശത്തിനൊന്നും ജീവിതത്തിൽ ഇടലേറ്റം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള മൂദേവികളൊക്കെ ഇരിക്കണ ഇടം പോലും എഴുന്നേക്കൂല, അങ്ങനെ തട്ടി കിടക്കുകയുള്ളൂ. എൻ്റെ വീടിൻ്റെ 4 വീട് അപ്പുറമുള്ളവരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒളിച്ചോടിയ കാര്യമൊക്കെ. ഇതൊക്കെ പറയുമ്പോൾ നാട്ടുകാർ പറയണത് കുസുമേച്ചി കൊതിയെന്നാണ് ഞാൻ പറയുകയാണെന്ന്. ഉള്ളതുപോലെ കുസുമേച്ചി ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇരുന്ന് പറയണതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെതാ നിത്യപ്പോരെ നല്ല ഒരു സാരിയല്ല ഉടുത്തേക്കണ്, എല്ലാ ദിവസവും വെള്ള സാരി ഉടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ പറയണത് ഈ മുതുകളവിക്ക് ഭ്രാന്ത്, പ്രായം കഴിഞ്ഞാൽ എനിക്കെന്തൊരു പ്രായമായെന്നും പറഞ്ഞാൽ അതാ എല്ലാവരും കറുത്ത പെയിൻറ്റ് പഠിച്ചുകൊണ്ട് നടക്കണ്. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറയണതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാനുണ്ടോ എടുക്ക് പൊന്നപ്പികളെ, ഇല്ലെങ്കിൽ അങ്ങ് വിട്ടേര് കേട്ടാ.